ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഈ ചെടിയിൽ തിക്കായി വന്ന് നിറയെ മൊട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ചെറിയ 2-3 കമ്പ് കുഴിച്ചിട്ടതാണ് ഞാൻ. പക്ഷേ അത് നല്ലതുപോലെ തിക്കായി വന്ന് ചട്ടി കാണാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഓരോ പണികളായിട്ട് തുടങ്ങി. പിന്നെ നോക്കുമ്പോൾ മുറ്റത്ത് നിറയെ പുല്ലാണായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് നന്നാക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇതിൻ്റെ പൂക്കളെ കണ്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ. കുഞ്ഞു പൂക്കളായാലും നല്ല ഭംഗിയിൽ നിറയെ പൂത്ത് നിൽക്കുമ്പോൾ രസമാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ ചൂലൊക്കെ എടുത്തിറങ്ങി. മഴയില്ലല്ലോ, അപ്പോൾ സന്തോഷത്തിൽ അങ്ങനെ പുല്ല് പറിക്കാൻ തുടങ്ങിയപ്പം ഇഷ്ടംപോലെ പുല്ലും കാടുണ്ടായിരുന്നു മുറ്റത്ത്. കുറേ ദിവസമായിട്ട് മുറ്റൊന്നും ശരിക്ക് പുല്ല് പറിക്കാനൊന്നും പറ്റാതെ രാവിലെ തന്നെ മഴയാവുമ്പോൾ അതിനൊന്നും വല്ലാതെ ഇറങ്ങലില്ലായിരുന്നു. അങ്ങനെ 2 ചട്ടി പൊട്ടിച്ചു. ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ വേരൊക്കെ വന്നിട്ടാണ് കേട്ടോ ചട്ടി പൊട്ടിയത്. അപ്പോൾ ചട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല, ചെടിയെ പറഞ്ഞിട്ടും കാര്യമില്ല. അത്രയ്ക്ക് നോട്ടേ ഉണ്ടായിട്ടുള്ളൂ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ വെട്ടാൻ വേണ്ടി നിന്നപ്പോഴാണ് ഒരു പൂമ്പാറ്റ പാറി വന്ന് തേൻ കുടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ പൂവിൽ നിന്നും അതിങ്ങനെ കുത്തിയെടുത്ത് കുടിക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗി. അപ്പോൾ ഞാൻ കുറേ സമയം വെയിറ്റ് ചെയ്തു. ആകെ തേൻ കുടിച്ച് പോയതിന് ശേഷം അതിൻ്റെ ചോട്ടിലെ പുല്ലൊക്കെ പറിക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ തേൻ കുടിക്കാൻ തിരക്കാണ്, ചിറകിട്ടടിച്ച് കുടിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഏറ്റവും കുറേ പൂമ്പാറ്റകൾ വന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആർക്കും കിട്ടിയില്ല എന്ന് പറയില്ല. ഇവൻ നല്ല ആസ്വദിച്ചതാണ് തേൻ കുടിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടിയിലെ പുല്ലൊക്കെ പറിച്ചെടുക്കാൻ വിചാരിച്ചു. അങ്ങനെ കുറേ സമയം പറഞ്ഞാൽ അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. ഓരോ പൂവിൽ നിന്നും കുടിച്ച് കഴിഞ്ഞ് അത് പാറിപ്പോയതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തത് കേട്ടോ. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ അത്ര എടുത്ത് നിന്നിട്ട് പോലും പാറിപ്പോകുന്നേ ഇല്ല. നല്ല ഭംഗിയിൽ ഞാൻ കുറേ നേരം കണ്ട് നിന്ന് പോയി. ഓരോ പൂവിൽ നിന്ന് എടുത്ത് കുടിക്കുന്നുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് പാറിപ്പോയത് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മെറ്റലിലുള്ള പുല്ലൊക്കെ പറിച്ച് മുറ്റമൊക്കെ നടിച്ച് വൃത്തിയാക്കാൻ വെച്ച അപ്പുറ ഭാഗത്തുനിന്ന് പുല്ലൊക്കെ പറിച്ച് വന്നപ്പോഴത്തേക്ക് മൂപ്പര് പാറിപ്പോയിട്ടാണ്. അപ്പം നിറയെ പുല്ല് പറഞ്ഞാൽ നിറയെ പുല്ലുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ചട്ടിയും വൃത്തിയേടായി കിടക്കുകയായിരുന്നു. അതൊക്കെ പറിച്ച് വൃത്തിയാക്കി മെറ്റലിട്ടൊക്കെ പുല്ലൊക്കെ പറിച്ചൊക്കെ മേടിച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തു. ഉച്ചയ്ക്ക് 11-11:30 നേരം. പക്ഷെ നല്ല വെയിൽ, നല്ല ചൂടുണ്ടായിരുന്നേ. ഇത്ര ദിവസം മഴ പെയ്തിട്ടും ചൂടിനൊരു കുറവുമില്ല കേട്ടോ. അങ്ങനെ ഒക്കെ വൃത്തിയായി ക്ലീൻ ചെയ്തു. അപ്പോൾ ഏത് പുല്ലാന്നറിയാം, നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മുളച്ച് പൊന്തുന്ന ഒരു പുല്ലുണ്ട്. ഒരു പറ്റി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന പുല്ലാണ്. അപ്പോൾ അവനാണ് നമ്മളെ വില്ലാളി വീരൻ. അവനെ നമുക്ക് ഈ പുല്ലാട്ടോ. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ മുറ്റത്ത് കൂടി മതിലും എല്ലായിടത്തും ഈ പുല്ല് മാത്രം. ഇത് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും കാണും കേട്ടോ.